നിനക്കറിഞ്ഞൂടെ ഇനി ഇവിടെ എന്താ നടക്കാൻ പോകുന്നതെന്ന്? പരാതിക്ക് ഒരു കുറവില്ല. ഇതന്നെയാണ് ഇവിടെ ഒരു കാര്യം നടക്കാത്തത്. ഞാനിവിടെ വീട്ടിലിരുന്ന് എന്തെങ്കിലും നടക്കുമോ? ഒരു പോംവഴി എങ്ങനെയാണ് വരുന്നതെന്ന് ആർക്കറിയാം? 2 തലങ്ങളിലായിട്ടാണ് ഭ്രംശത്തിൻ്റെ കഥ നീങ്ങുന്നത്. 2 ഡയമെൻഷനായിട്ട്. ഈ 2 ഡയമെൻഷൻ, ഒന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ നാട്ടിൽ നടക്കുന്ന വികസന സ്വപ്നത്തിൻ്റെ ഇരകളായി ജീവിക്കുന്ന പുതിയ തലമുറ. രണ്ടാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ വികസനം കണ്ട് അമ്പരം നിൽക്കുന്ന പഴയ തലമുറ. ഈ 2 തലമുറകളും തമ്മിലുള്ള സംവാദമാണ്, കോൺവെർസേഷനാണ് ഈ ഭ്രംശത്തിൻ്റെ കോർ ത്രെഡ് എന്ന് പറയുന്നത്. എത്ര വീടാന്ന്, എത്ര മരാന്ന് നേടിയുണ്ടായിനി. ഇപ്പം നോക്കറ മരുഭൂമി പോലെയായില്ലേ. എടോ, വികസനം വേണമെങ്കിൽ കുറച്ചൊക്കെ നഷ്ടപ്പെടേണ്ടി വരും. ഈ വികസനം എന്ന് പറയുന്നത് പുതിയ തലമുറക്ക് ഭയങ്കര പ്രതീക്ഷ നൽകുന്നുണ്ട്. വരാനുള്ളത് വേഗതയുടെ നോക്ക. അതൊന്നും കാണാണ്ട് ഈ അമ്പലവും പള്ളിയെല്ലാം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്തെന്നാ കാര്യം? പക്ഷേ പഴയ തലമുറക്ക് അത് അത്ര നല്ല കാര്യമല്ല. അവർക്ക് ഒരുപാട് വേദനകളും നഷ്ടങ്ങളുമാണ് അത് സമ്മാനിക്കുന്നത്. കോലം കെട്ടി തിരുമുടിയും വാളുമേന്തി ഭഗവതിയായി നിറഞ്ഞാടുന്ന മണ്ണായത്. കോലക്കാരന മണ്ണിനോടുള്ള സ്നേഹം തെയ്യം കാണുന്നവനറിയണമെന്നില്ല. അത് കീറി മുറിക്കുമ്പോൾ എന്നെപ്പോലുള്ളവരുടെ ചങ്കിലാ ചോര പൊടിയുന്നത്. അവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച പള്ളികൾ, അമ്പലങ്ങൾ, കാവുകൾ, കളിസ്ഥലങ്ങൾ, കുളങ്ങൾ, ആൽത്തറകൾ, അങ്ങനെ പലതും അവർക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ സൂപ്പർ ഹൈവേ വരുമ്പോൾ കാവ് കാലും കെട്ടിപ്പിടിച്ചിരിക്കുക, വേറെ പണിയില്ല. അങ്ങനെ പറയല്ല. നമ്മളെ അച്ഛനമ്മമാര് നിത്യേന പൂജിച്ചു വരുന്ന സ്ഥലമല്ലേ അത്. അവരെ വിഷമം അവർക്കേ മനസ്സിലാവും. പുതിയ ഹൈവേയിൽ കൂടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യുന്ന ഏതൊരാളും ആദ്യം ചിന്തിക്കുക നമുക്ക് ലഭിച്ച സൗകര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും. അപ്പോൾ പുതിയ റോഡ് വന്നാൽ നമുക്ക് കാസർഗോട്ടേക്ക് പറന്നു പോവാ അല്ലേ? പോവാ. സംഗതി മോശമല്ലല്ലോ. എന്നാൽ വികസനം മൂലം കഷ്ടനഷ്ടങ്ങളുടെ വേദനയും പേറി നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നെഞ്ചിൽ കൂടിയാണ് നമ്മുടെ യാത്ര എന്നതാണ് യാഥാർത്ഥ്യം. സംഗതി എന്താ വെച്ചാൽ സർക്കാരിൻ്റെ, അതായത് കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും വികസന നയത്തിൻ്റെ ഭാഗമാണിത്. മനസ്സിലായ? അത് മനസ്സിലായി വക്കീലേ. ഇതിപ്പോൾ ഒരു നാടിനും നാട്ടുകാരുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലേ? നിങ്ങളിങ്ങനെ ഒരുങ്ങിയിട്ട് എന്താ കാര്യം? എല്ലാം ശരിയോ? നമ്മളെ കൂടെ ഭഗവതി ഇല്ലേ? അല്ലെങ്കിലും ഭക്തരുടെ പ്രാർത്ഥന കേട്ട് അത് സാധിപ്പിക്കേണ്ട കടമയില്ലേ? ഇല്ലേ? എന്റെ പൈതങ്ങളെ